ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ യാത്രയിൽ നമ്മളിപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ലോട്ടസ് ടെമ്പിളിലേക്ക് പോകാം. തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ താമര ക്ഷേത്രത്തിന് ഏകദേശം 38 വർഷത്തെ ചരിത്രമുണ്ട്. 1986 സമർപ്പിക്കപ്പെട്ട ഇത് ലോകമെമ്പാടുമുള്ള ബഹായ് ആരാധനാലയങ്ങളിൽ ഒന്നാണ്. എല്ലാ മതവിഭാഗക്കാർക്കും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും തുറന്ന താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട ഒരു കേന്ദ്രമാണിത്. ഐക്യവും സമാധാനവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഈ അമ്പലത്തിന്റെ 9 വശങ്ങൾ വെണ്ണക്കല്ലിൽ പൊതിയപ്പെട്ട് 3 ഗണങ്ങളിൽ സ്വതന്ത്രമായി നിൽക്കുന്ന 27 ദളങ്ങൾ ചേർന്നതാണ്. ഇതിന്റെ ശില്പി ഇപ്പോൾ കാനഡയിൽ താമസമാക്കിയിരിക്കുന്ന ഹരിബോസ് സഹ്ബ എന്ന ഇറാൻകാരനാണ്. ഇതിരിക്കുന്ന ഭൂമിയുടെ വിലയും നിർമ്മാണ ചെലവും പ്രധാനമായും നൽകിയത് ആർട്ടിഷർ രുസ്തംപൂർ എന്ന ഹൈദരാബാദുകാരനാണ്. തന്റെ ജീവിത സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഇതിനു വേണ്ടി 1953 ചിലവഴിച്ചു. ബഹാപൂർ എന്ന ഗ്രാമത്തിൽ ചുറ്റുവട്ടത്ത് 9 കുളങ്ങളോട് കൂടിയ 26 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1986 ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം 2002 വരെ ഇവിടം 500 ലക്ഷത്തിലധികം ആളുകൾ സന്ദർശിച്ചു. ചരിത്രവും പ്രാധാന്യവും. ബഹായ് വിശ്വാസത്തിന്റെ പ്രതീകം. ലോകമെമ്പാടുമുള്ള 7 പ്രധാന ബഹായ് ആരാധനാലയങ്ങളിൽ അവസാനത്തേതാണിത്. വാസ്തുവിദ്യ. 34 മീറ്ററിലധികം ഉയരമുള്ള 2500 മനോഹരമായ താമരപ്പൂവിന്റെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. മതമോ വിശ്വാസമോ വകഭേദങ്ങളോ ഇല്ലാതെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. സമാധാനത്തിന്റെ കേന്ദ്രം. വിവിധ മതങ്ങളുടെയും സംസ്കാരത്തെയും സമാധാനത്തെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. പ്രധാന വിവരങ്ങൾ. അനൗദ്യോഗിക നാമം ബഹായ് ആരാധനാലയം. സ്ഥലം ന്യൂഡൽഹി, നെഹ്റു പ്ലേസിന് കിഴക്ക് ഭാഗത്ത്. നിർമ്മാണം പൂർത്തിയായ വർഷം 1986. പ്രത്യേകത: താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഡിസൈൻ. ഗ്രീസിൽ നിന്ന് കൊണ്ടുവന്ന 27 മാർബിൾ പൂവ് ഇതളുകൾ, 9 വാതിലുകൾ. ഉദ്ദേശം: എല്ലാ മതങ്ങളിലെയും ആളുകൾക്ക് സമാധാനത്തോടെ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും കഴിയുന്ന ഒരു പൊതു ഇടം. ചുരുക്കത്തിൽ, ഡൽഹിയിലെ താമരക്ഷേത്രം ഒരു മതപരമായ സ്ഥലത്തേക്കാൾ ഉപരി എല്ലാ മനുഷ്യരിലും ഐക്യവും സമാധാനവും കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ശ്രദ്ധേയമായ വാസ്തുവിദ്യയുടെയും ആത്മീയതയുടെയും ഒരു സംഗമ സ്ഥാനമാണ്. വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ. പാർശ്വങ്ങൾ. ഗ്രീസിലെ പെൻഡലി മലനിരകളിൽ നിന്നുള്ള വെളുത്ത മാർബിളുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. ദളങ്ങൾ. 27 സ്വതന്ത്ര ദളങ്ങൾ 3 വീതമുള്ള കൂട്ടങ്ങളായി 9 വശങ്ങൾ രൂപപ്പെടുന്നു. പ്രവേശന കവാടങ്ങൾ. പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്ക് തുറക്കുന്ന 9 വാതിലുകളുണ്ട്. ഈ ഹാളിൽ ഏകദേശം 1300 ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാം. ജലാശയങ്ങൾ.
പൂന്തോട്ടങ്ങൾക്ക് നടുവിലായി 9 ജലാശയങ്ങളും ചുറ്റും മനോഹരമായ പച്ചപ്പുമാണ്. ഇത് കെട്ടിടത്തിന് സ്വാഭാവികമായ തണുപ്പും ഭംഗിയും നൽകുന്നു. പ്രത്യേകതകളും നേട്ടങ്ങളും. മതമൈത്രി. ഇവിടെ യാതൊരു വിധത്തിലുള്ള വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ പ്രഭാഷണ വേദികളോ ഇല്ല. ഏത് മതത്തിൽപ്പെട്ടവർക്കും ശാന്തമായി വന്ന് സ്വന്തം ദൈവത്തെ പ്രാർത്ഥിക്കാം. പരിസ്ഥിതി സൗഹൃദം. സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ് ഇവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. അവാർഡുകൾ. ആഗോളതലത്തിൽ നിരവധി വാസ്തുവിദ്യാ പുരസ്കാരങ്ങൾ ഈ മന്ദിരം നേടിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് സന്ദർശകരാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. നമ്മളിപ്പോൾ ലോട്ടസ് ടെമ്പിളിൽ നിന്നും ഇന്ത്യ ഗേറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സ്ഥലം പരിചയപ്പെടുത്താനായി നമ്മുടെ അദ്ദുവും സൂര്യയും നമ്മുടെ ഒപ്പമുണ്ട്. ഡൽഹിയിലെ രാജ്പഥിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയുടെ ഹൃദയഭാഗത്താണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രം കൂടുതൽ പറയാനുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്താണെങ്കിലും രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ നിർമ്മിതിയാണ് ഇന്ത്യ ഗേറ്റ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം പോരാടി മരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകമായാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത്. ഇന്ത്യയെ കച്ചവട കണ്ണോടെ നോക്കി പിന്നീട് ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയാണ് ഇന്ത്യ ഗേറ്റ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മെസപ്പൊട്ടേമിയയിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായാണ് ഇന്ത്യ ഗേറ്റ് സ്ഥാപിച്ചത്. ഓട്ടോമൻ തുർക്കിയുടെ കീഴിലായിരുന്ന ഇറാഖിൽ നിന്ന് ജർമ്മൻ പിന്തുണയിൽ ബ്രിട്ടൻ നേരിട്ടത് കടുത്ത ഭീഷണി. എന്നാൽ ഇന്ത്യൻ സൈന്യം ഈ യുദ്ധത്തിൽ ബ്രിട്ടന്റെ കമാൻഡിന് കീഴിൽ പോരാടി. ന്യൂഡൽഹി നഗരം പണിയാൻ തുടങ്ങിയപ്പോഴാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. പിന്നീട് നിർമ്മാണം നിർത്തിവെച്ചു. പോരാട്ടത്തിന് ശേഷമുള്ള കണക്കെടുപ്പിൽ ബ്രിട്ടൻ തിരിച്ചറിഞ്ഞു മെസപ്പൊട്ടേമിയയിൽ യുദ്ധത്തിൽ പോരാടി വീണത് ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണെന്ന്. ഇവർക്കായി ഉചിതമായ ഒരു സ്മാരകം വേണമെന്ന് ആവശ്യത്തിനൊടുവിലാണ് ഇന്ത്യ ഗേറ്റ് പണിയുന്നത്. 1921 നിർമ്മാണത്തിന് തുടക്കമായി. ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ഒരു പ്രതിമ ഇന്ത്യ ഗേറ്റിന് മുൻപിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് എടുത്തുമാറ്റി. ഇന്ത്യ ഗേറ്റും അതിനു താഴെ 1979 സ്ഥാപിക്കപ്പെട്ട അമർ ജവാൻ ജ്യോതിയും വീരമൃത്യു വരിച്ച മുഴുവൻ സൈനികരുടെയും യുദ്ധസ്മാരകമായി പിന്നീട് മാറി. പിന്നീട് ദേശീയ യുദ്ധസ്മാരകം സ്ഥാപിക്കപ്പെട്ടതോടെ അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റിൽ നിന്ന് എടുത്തുമാറ്റി. ഇതോടെ ഇന്ത്യ ഗേറ്റിന്റെ പ്രാധാന്യം കുറഞ്ഞുവെന്ന വാദം പല കോണുകളിൽ നിന്നും ഉയർന്നു. ദേശീയ സ്മാരകം കേവലം ഒരു സ്മാരകമായെന്ന വിമർശനമാണ് ഉയർന്നത്. എങ്കിലും യുദ്ധവെറിയന്മാരായ കൊളോണിയൽ ഭരണക്കാരുടെ കീഴിൽ അവരോടൊപ്പം ആയുധമെടുത്ത് പോരാടിയ ഇന്ത്യക്കാരുടെ ജ്വലിക്കുന്ന ഓർമ്മയായി ഇന്ത്യ ഗേറ്റ് തലയുയർത്തി നിൽക്കുന്നു.
ഇന്ത്യ ഗേറ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിലും മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ച 82,000-ലധികം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരെ അനുസ്മരിക്കുന്നതിനു വേണ്ടി 1931 നിർമ്മിക്കപ്പെട്ട ഇന്ത്യ ഗേറ്റ് സന്ദർശിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ആഗ്രയിൽ താജ്മഹൽ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വെണ്ണക്കൽ സൗധമാണ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി ഇത് നിർമ്മിച്ചു. 1631 നിർമ്മാണത്തിൽ 1648 പ്രധാനമന്ദിരത്തിന്റെ പണി പൂർത്തിയായി. ചരിത്രം: മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ പ്രിയ പത്നി മുംതാസ് മഹൽ 1631 പ്രസവ സമയത്ത് മരണപ്പെട്ടു. ഭാര്യയുടെ വിയോഗത്തിൽ ദുഃഖിതനായ ചക്രവർത്തി ലോകം ഓർക്കുന്ന രീതിയിൽ ഒരു സ്മാരകം പണിയുവാൻ തീരുമാനിച്ചു. 10,000-കണക്കിന് തൊഴിലാളികളും ശില്പികളും ചേർന്ന് വർഷങ്ങളോളം എടുത്താണ് ഈ മഹാത്ഭുതം പണിതീർത്തത്. 1983 യുനെസ്കോ താജ്മഹലിനെ ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. വാസ്തുവിദ്യ: പൂർണ്ണമായ സമമിതി പാലിച്ചാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള വെണ്ണക്കല്ലുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളും ഇതിൽ പതിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ദിരത്തിന് പുറമേ മനോഹരമായ പൂന്തോട്ടം, പ്രാർത്ഥനാലയം, പ്രവേശന കവാടം എന്നിവ ഇതിന്റെ ഭാഗമാണ്. രാത്രിയിലെ വെണ്ണിലാവിലും പകൽ വെളിച്ചത്തിലും താജ്മഹൽ വ്യത്യസ്ത നിറങ്ങളിൽ തിളങ്ങുന്നു. ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ന്യൂഡൽഹിയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയാണിത്. കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത്. വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മഹാത്ഭുതം മുഗൾ വാസ്തുവിദ്യയുടെ ശ്രേഷ്ഠ മാതൃകയായി കരുതപ്പെടുന്നു. 1983 താജ്മഹൽ യുനെസ്കോ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. 1631 താജ്മഹലിന്റെയും സമീപത്തുള്ള സ്മാരകങ്ങളുടെയും നിർമ്മാണം തുടങ്ങിയത്. ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്നാണ് 22 വർഷമെടുത്ത് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. ലോകപ്രശസ്തരായ വാസ്തുശില്പികൾ താജ്മഹലിന്റെ രൂപകൽപ്പനയിൽ പങ്കാളികളായിട്ടുണ്ട്. ഉസ്താദ് അഹമ്മദ് ലാഹോരി, ഉസ്താദ് ഇസ എന്നിവരാണ് താജ്മഹലിന്റെ മുഖ്യ ശില്പികളായി വിലയിരുത്തപ്പെടുന്നത്. രാജസ്ഥാനിലെ മക്രാണയിൽ നിന്നാണ് നിർമ്മിതിക്കാവശ്യമായ വെള്ള മാർബിൾ ഖനനം ചെയ്തത്. സമചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. മധ്യഭാഗത്ത് മുകളിൽ കുംഭഗോപുരം. പ്ലാറ്റ്ഫോമിന്റെ ഓരോ മൂലയിലും മിനാരങ്ങളുണ്ട്. 73 മീറ്ററാണ് താജ്മഹലിന്റെ ആകെ ഉയരം. കുംഭഗോപുരത്തിന്റെ താഴെയാണ് മുംതാസ് മഹലിന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ ഷാജഹാന്റെ ഭൗതികാവശിഷ്ടവുമുണ്ട്.
നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും മനോഹാരിത കൊണ്ടും ഈ സ്മാരക മന്ദിരം ലോകാത്ഭുതങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു. തലമുറകളെ വിസ്മയിപ്പിച്ച് നിലകൊള്ളുന്ന താജ്മഹൽ ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പിന് കീഴിലാണ്. बाकी ऐसे देखे चल जाओ। No, we're going up to the bench. Johnny Camilla now. Activity बदल ठेवणे माता पण देते. चिकन काढावं लागेल. हां चिकन काढावं लागेल. तुम्ही तिथं भरायचं आणि आमच्या इथे फोटो काढायचा असं आहे का? आता आडवं होणार आहे. माणसं हटवून नाही येते. इकडे जावं तुम्ही. आम्ही इथनं हटू करूया ना. फोटो तिथनं काढला की संपतो. कुठनं काढलं तर कुठे गेले तिथं ते निळी बाई आहे. टमाट्या बाई तिथं אם היית ציפור, היית באה לפה בחינם.
അടുത്ത ഷിഫ്റ്റ് വരുമ്പോൾ നമുക്ക് ആലോചിച്ചാലോ? ചൂട് അങ്ങനെയാണ്, പരമാവധി 2-3 ദിവസം കഴിഞ്ഞ് പിടിച്ചു കിട്ടോ. ഇന്നത്തെ സ്വഭാവങ്ങളൊക്കെ ഫുള്ളാണ്. നമുക്ക് വരുന്നുണ്ട്.
Do you want me to take one of you and then you take one of me? No, look, Alone? do one. Yeah, take one of this one. Ready?